അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉമ്മ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. പഠിച്ച റബ്ബേ, എൻ്റെ മക്കൾ ഇതുവരെ കാണാമല്ലോ. അവർ വരുമ്പോഴേക്കും ഉമ്മ അതാ പഴംപൊരിയും ചായയുമെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. റബ്ബേ, എൻ്റെ കുട്ടികളിപ്പോൾ ഇതെവിടെ? വിളിച്ച് നോക്കണോ? വേണ്ട, ഇനിയിപ്പോൾ ബൈക്കിലൊക്കെ വരുമ്പോൾ വിളിച്ചാലും അവന് ബുദ്ധിമുട്ടായിരിക്കും. വിളിക്കണ്ട, ഇവിടെ തന്നെ ഇരിക്കുക. ഉമ്മ അതാ പുറത്തേക്ക് നോക്കിക്കൊണ്ട് ഇരിക്കുന്നു. അടുക്കളയുടെ ജനലിൻ്റെ ഉള്ളിലൂടെ നോക്കിയാൽ അവരുടെ വീട്ടിലേക്ക് വരുന്ന റോഡ് നന്നായിട്ട് കാണാം. ഉമ്മ പുറത്തോട്ട് നോക്കിയിരുന്നു. ഏകദേശം 1.5 മണിക്കൂർ ഉമ്മ അവിടെ കാത്തിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ ബൈക്കിൻ്റെ ശബ്ദം. ഉമ്മ ആകാംക്ഷയോടെ നോക്കി. എൻ്റെ റബ്ബേ, എൻ്റെ കുട്ടികൾ വരുന്നുണ്ട്. ഉമ്മ പെട്ടെന്ന് തന്നെ അതാ കോലായുടെ വാതിലിൻ്റെ അടുത്തേക്ക് ഓടി. ഉമ്മ വാതിലവിടെ കുറ്റിയിട്ടിരുന്നു. കാരണം ഒറ്റയ്ക്കല്ലേ, ആരുമില്ലല്ലോ. മക്കളെ, ഉമ്മ വാതിൽ തുറന്നു. ഉമ്മ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മക്കളെന്താ വൈകിയത്? എന്താ അവിടെ നിന്ന് എത്തൊന്നും വേണ്ടേ? മരുമകളുടെ പെട്ടെന്നുള്ള ഒരു മറുപടി ഉമ്മാക്കതിൽ വല്ലാത്തൊരു ഷോക്കായി. ഷെഫി ഉസ്താദ് എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം. ഉമ്മ, ഞങ്ങൾ പെട്ടെന്ന് പോന്നിട്ടൊക്കെ ഉണ്ട്, കൂടുതലൊന്നും അവിടെ ഇരുന്നിട്ടൊന്നുമില്ല. മരുമകൾ അകത്തേക്ക് കയറി വാതിലടച്ചു. മോനെ, ഉമ്മാൻ്റെ കുട്ടീനോട് എങ്ങനെയോള് ഇപ്പോൾ? ഹേയ്, എന്തുമ്മ, ഒന്നുമില്ല. മക്കളെ, ഞാൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇതാ എടുത്തു വെക്കട്ടെ. ഉമ്മ പെട്ടെന്ന് തന്നെ അതാ ചായയും പഴംപൊരിയുമെല്ലാം പാത്രത്തിലാക്കി കൊണ്ടുവന്ന് വെച്ചു. ദാ മോളെ, മോനെ, അവളൊന്ന് വിളിച്ചു നോക്ക്. സീനാത്ത്, ചായ എടുത്ത് വെച്ചിട്ടുണ്ട് ഉമ്മ. അവൾ വന്നതേ ഇല്ല. മോനെ, ചായ ചൂടാറും. മോളെ സീനത്തെ, ചായ ചൂടാറും മോളെ, ഇത് കുടിച്ചോളി. ഷെഫി ഉസ്താദ് ചായ കുടിക്കുന്നു. വിളിച്ചിട്ട് വരാൻ ഉമ്മ, ഞാൻ എന്ത് ചെയ്യാം? മോനെ, ഒന്നുകൂടി വിളിച്ചു നോക്കും മരകുട്ടി. ഉമ്മ, ഞാൻ വിളിച്ച അവൾ വരില്ല. സീനത്തെ, സീനത്ത്, എന്ത് വാതിൽ കുറ്റിട്ട് കിടക്കണോ? അത് ഉമ്മ ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. അവന് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. കാരണം അത്രയും ദൂരം ബൈക്ക് ഓടിച്ച് ഇവിടെ എത്തി, എന്നിട്ടോ ഒരു സഹകരണവും സ്നേഹമില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റവും കാര്യങ്ങളും. എന്താ റബ്ബ് എങ്ങനെയൊക്കെ ചെയ്താ? മോനെ, മോൻ കുടിക്കടാ, ഓള് വന്നോളും. ചിലപ്പം ക്ഷീണം കൊണ്ട് കിടന്നതായിരിക്കും. ഉസ്താദ് അതാ ചായയും കടിയും കുടിക്കുന്നു. ഇറങ്ങുന്നില്ല. മോനെ, എൻ്റെ കുട്ടി കഴിക്ക്, ഓള് വന്നിട്ട് കഴിച്ചോളൂ, അല്ലാതെ ഇപ്പം എന്താ റബ്ബേ ചെയ്യുക? ഉമ്മ വീണ്ടും ഒന്നും കൂടി പോയി വിളിക്കുന്നു. മോളെ സീനോ, ഉമ്മയുടെ കുട്ടി എണീറ്റാളേ, കുറച്ച് ചായൻ്റെ വെള്ളം കുടിച്ചാളേ. റബ്ബേ, ഇത് കെടുക്കാനൊരു സുഖം തരില്ലല്ലോ. പെട്ടെന്ന് എഴുന്നേറ്റ് അവളതാ വാതിലിൻ്റെ കുറ്റി തുറക്കുന്നു. അതെ, എന്താണ് നിങ്ങൾക്ക്? മോളെ, ചായ കുടിച്ചോ? അത്രയും ദൂരം ഞാൻ യാത്ര ചെയ്ത് ഒന്ന് കിടക്കട്ടെന്ന് വിചാരിക്കുമ്പോൾ കിടക്കാതെ സമ്മതിക്കൂലേ? എന്നെക്കൊണ്ടാവില്ലട്ടോ ഈ ബൈക്ക് യാത്ര ഒന്നും. കാറിൽ യാത്ര ചെയ്യാൻ എനിക്ക് കഴിയുള്ളൂ, ബൈക്ക് കഴിയണില്ല. ആ പൊരി വെയിലത്ത് മോള് ഹെൽമെറ്റ് ഇട്ടിട്ടില്ലായിരുന്നോ? ഹെൽമെറ്റ് ഇട്ടാലും ഇല്ലെങ്കിലും എന്നെക്കൊണ്ട് ഇത് ആവില്ലട്ടോ. എൻ്റെ റബ്ബേ, എന്തൊരു വീടാണത്. മോളെ തലവേദനയൊക്കെ മാറുന്നുണ്ട്. ഒരു ഗ്ലാസ് ചായ കുടിച്ചോളെ, പഴംപൊരി ഉണ്ടാക്കി വെച്ചിക്കണം. അവൾ മനമില്ല മനസ്സോടു കൂടി ഷെഫി ഉസ്താദിൻ്റെ നേരെ മുമ്പിൽ വന്നിരുന്നു. ഷെഫി ഉസ്താദിന് എന്ത് പറയണമെന്ന് അറിയുന്നില്ല. അവൾ ചായ കുടിച്ചു, പഴംപൊരിയും കഴിച്ചു. ഷെഫി ഉസ്താദിന് ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല അവളോട്. കാരണം ഉമ്മയോട് ആ രീതിയിലുള്ള തട്ടുത്തരങ്ങളാണ് അവൾ പറയുന്നത്. അവളുടെ ശൈലി അതുകൊണ്ടായി അങ്ങനെ ആയിരിക്കും. എന്ത് ചെയ്യാം, പഠിച്ച നല്ല ബുദ്ധി കൊടുക്കട്ടെ. എന്താ, മതിയോ? ഞാൻ തിന്നു ആവശ്യത്തിന്, എന്തിനാണ് ഒരുപാട് തീറ്റിക്കുന്നത്? ഞാൻ തടിച്ചു കൊഴുത്ത് ഓവറായിട്ട് എന്താന്നില്ലേ? 1-2 പഴംപൊരി കഴിച്ചെന്ന് വിചാരിച്ചിട്ടൊന്നും അത്ര തടിച്ച് കൊഴുക്കൊന്നുമില്ല. ആവശ്യത്തിന് തന്നെ ഉണ്ടാവുള്ളൂ. അത് ജങ്ക് ഫുഡൊക്കെ ഒഴിവാക്കുക. ഇത് പിന്നെന്താ? ഇതെന്താ, എണ്ണ പലഹാരം എന്നല്ലേ? അല്ല പെണ്ണെ, ഹോട്ടലിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നേ. എന്തൊക്കെ തന്നെയാലും ഇത് എണ്ണ പലഹാരം തന്നെ, ഇതൊന്നും കഴിക്കാൻ പറ്റില്ല. പക്ഷെ നീ കഴിച്ചല്ലോ, എന്നാ ഒന്നും കൂടി കഴിച്ചോ. ഞാൻ 2 കഴിച്ചു, എനിക്ക് മതി. എല്ലാ വാക്കുകൾക്കും തട്ടുത്തരം പറഞ്ഞുകൊണ്ടാണ് അവൾ നടക്കുന്നത്. മോനെ,
അവൾ എണീറ്റ് അപ്പോൾ തന്നെ റൂമിലേക്ക് പോയി. മകനെ വിളിച്ചു. മോനെ, ഉമ്മനെ കുട്ടി ചെന്നോളി. ഓളെ ഭാഗം അങ്ങനെ ആയാലും നമ്മൾ ആ ഭാഗം ക്ലിയർ ആക്കി എടുക്കാനേ നടക്കുള്ളൂ. കാരണം ഒരു പക്ഷേ ഓളെ ഇവിടെ എത്തിയ സാഹചര്യം സിറ്റുവേഷനൊക്കെ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും. ശരിയായിക്കോളും. ഉമ്മൻ്റെ കുട്ടി പോയിക്കോളി. റൂമിൽ പോയി ഓളോട് നല്ല വർത്താനൊക്കെ പറഞ്ഞോളി. ചെല്ലി. സ്നേഹനിധിയായ ഉമ്മ മകനെ പറഞ്ഞേക്കുന്നു. എന്തു പറ്റി പെണ്ണേ? ക്ഷീണിച്ചോ? ഒരുപാട് ദൂരം? പിന്നെന്താ, ബിരിയാണിയൊക്കെ കഴിച്ച് വെയിലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ബൈക്കിൽ യാത്ര ചെയ്താൽ ക്ഷീണിക്കാതിരിക്കുമോ? എനിക്കൊന്നും ശീലമായിട്ടില്ലേ. എൻ്റെ പൊന്നുമോളെ, നീ എന്തേ പറയുന്നത്? ഇൻഷാ അല്ലാ അതിപ്പോൾ നമ്മൾ തിരിച്ചു വന്ന ആ ഒരു ടൈമേ അതായിട്ടാണ്. ഇൻഷാ അല്ലാ നമുക്ക് ഇനി ഈ സമയത്തൊന്നും പോകണം. സൽക്കാരത്തിനൊക്കെ വിളിക്കുമ്പോൾ എൻ്റെ പൊന്നു ഷെഫിക്ക, എനിക്കത് ഇഷ്ടമല്ല. എനിക്ക് കഴിയൂല നിങ്ങളെ കൂടെ ജീവിക്കാനും നിങ്ങളെ ഈ ഒരു സാഹചര്യത്തിന് പൊരുത്തപ്പെടാനും. എനിക്ക് ഈ ബൈക്കിലൊന്നും യാത്ര ചെയ്ത് ശീലമല്ല കേട്ടോ. ഞാൻ കാറിൽ മാത്രമേ യാത്ര ചെയ്യാറുള്ളൂ. എന്താ നിങ്ങൾക്കൊരു കാറൊന്നും ഇല്ലാത്തത്? അല്ലെങ്കിൽ ഈ ചെറ്റക്കുടിൽ എവിടെയല്ലേ കാറ്? ഉസ്താദിനെ അങ്ങേയറ്റം ചവിട്ടിത്താഴ്ത്തുന്ന രീതിയിലായിരുന്നു അവളുടെ സംസാരം. എന്തൊക്കെ തന്നെ പറഞ്ഞിട്ടും ഉസ്താദ് അത് ക്ഷമിച്ചു. പഠിച്ചോനെ, നീ ക്ഷമ നൽകല്ല. അതെ, എനിക്കൊന്ന് നിൽക്കാൻ പോകണം. എവിടേക്ക്? കല്യാണം കഴിഞ്ഞിട്ട് 2ാമത്തെ ദിവസമായിട്ടുള്ളൂ. എൻ്റെ വീട്ടിൽ ഒരു 8 ദിവസം നിൽക്കാൻ പോകണം. അതെന്താ പെണ്ണേ? അതെന്താ അങ്ങനെ? കല്യാണം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, അപ്പോഴേക്കും നീ പോകുകയാണോ? എനിക്ക് പോകണം. കുറച്ച് ദിവസം പോയി നിൽക്കണം. ഇവിടെ എന്നിട്ട് എനിക്ക് എന്തൊക്കെയറിയില്ല, എന്തൊക്കെയോ ഒരു അസ്വസ്ഥത. ഒന്നുമില്ല, സൗകര്യമുള്ള കാര്യം. നിനക്ക് എന്തല്ലാത്തത്? എല്ലാം ഉണ്ടല്ലോ, എന്തില്ലാത്തത് പറ. അതൊക്കെ ഞാൻ വാങ്ങിത്തരും. നിങ്ങൾ ആ തുച്ഛമായ ശമ്പളം കൊണ്ട് എന്ത് വാങ്ങിത്തരാൻ എനിക്ക്? എൻ്റെ ഒരു മേക്കപ്പിന് വരെ അത് തികയൂല നിങ്ങളുടെ സാലറി. എന്താ ഇത്? എൻ്റെ വീട്ടുകാരെ പണിയാണിത്. കരുതി കൂട്ടിയാണ് നിങ്ങളെ മേലെ കെട്ടിവെച്ചത്. എനിക്കിഷ്ടമില്ലായിരുന്നു, താല്പര്യമില്ലായിരുന്നു. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഒന്നും ഇല്ലായ്മ തീരെ ഇല്ലാത്ത ഈ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയത്? അവൾ ദേഷ്യവും സങ്കടം കൊണ്ട് കരഞ്ഞിരിക്കുകയാണ്. മോളെ, നീ സങ്കടപ്പെടല്ലടി. നീ എന്തിനൊക്കെ അറിയുന്നു? നിനക്ക് ഞാനില്ലേ? ഞാനില്ലേ? പിന്നെ 4 ദിവസം കഴിഞ്ഞാൽ ഞാൻ പോകണമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ചിലപ്പോൾ നാളെ തന്നെ പോട്ടോ. എങ്ങോട്ട്? ഗൾഫിലേക്കോ? അല്ല, എൻ്റെ ജോലി സ്ഥലത്തേക്ക്, പള്ളിയിലേക്ക്. ഞാൻ കരുതി ഗൾഫിലേക്ക് എങ്ങാനും പോവുകയാണോ. മനസ്സിന് അല്പൊരു ആശ്വാസം വന്നു. എന്താടി ഗൾഫിൽ പോയിട്ട്? നിൻ്റെ കൂടെ ജീവിക്കാൻ എനിക്ക് കഴിയുമോ? എനിക്ക് നിൻ്റെ കൂടെ ജീവിക്കണം. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അതും പറഞ്ഞ് നടന്നോ? അതെ, ഇത് സാമ്പത്തികമായിട്ട് പിന്നോക്കം ഉള്ളവർ, അതുപോലെ ക്യാഷ് ഇല്ലാത്തവരൊക്കെ എന്നെക്കൊണ്ട് കെട്ടിച്ചിട്ടിപ്പോൾ ഞാൻ ഇടങ്ങാറാകുന്ന അവസ്ഥ. എനിക്ക് ഒട്ടും താല്പര്യമില്ല കേട്ടോ ഈ ഒരു ജീവിതത്തിനൊന്നും. പിന്നെ നിനക്ക് എന്താണ് ഇഷ്ടം? നിൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ സാധിപ്പിച്ച് തന്നാൽ പോരെ? എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീട് വേണം, കാറ് വേണം, പിന്നെ എല്ലാ സൗകര്യങ്ങളും വേണം. അങ്ങനെ എൻ്റെ ഇഷ്ടങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്താ? അതൊക്കെ നിങ്ങൾക്ക് സാധിപ്പിച്ചു തരാൻ കഴിയുമോ? പടച്ചോനല്ലടി വലുത്. അള്ളാഹു വിചാരിച്ചാലേ അതൊക്കെ എത്ര സിമ്പിളാണ്. അള്ളാഹുവിൻ്റെ ഖജനാവ് വിശാലമാണെന്ന് നിനക്കറിയില്ലേ? തുടങ്ങിയ വയല്. ഞാനെന്തെങ്കിലും പറയുമ്പോൾ നിങ്ങളെന്തിനെ വയലരാൻ നിൽക്കണേ? വയലല്ലടി, നിനക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരണ്ടേ? അതായത് ഞാൻ പറയാം, പടച്ച റബ്ബിൻ്റെ ഖജനാവ് വിശാലമാണ്. അത് ചിലപ്പോൾ ചില ആളുകൾക്ക് വാരിക്കോരി കൊടുക്കും, ചില ആളുകൾക്കാണെങ്കിൽ കുറച്ച്, ചില ആളുകൾക്ക് തീരെയില്ല എന്നുള്ള രീതിയിൽ. പടച്ചവനോട് നമ്മൾ ദുആ ചെയ്താൽ നമുക്ക് എന്തും കിട്ടും. പക്ഷെ നമുക്ക് ജീവിതത്തിൽ അങ്ങനെയൊക്കെ പോരെ എന്ന് കരുതിയിട്ട് ദുനിയാവത്തെ കാര്യങ്ങൾ വല്ലാതൊന്നും ഞാൻ പടച്ചവനോട് ദുആ ചെയ്യലില്ല. കാരണം ചിലപ്പോൾ അത് കിട്ടാൻ നമുക്ക് നിരാശ വരും. നമ്മളെപ്പോഴും ദുആ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ ആഖിബത്ത് നന്നാകാൻ വേണ്ടിയിട്ട്, അതായത് മരണസമയം നന്നായി കിട്ടിയാൽ നമ്മൾ കഴിച്ചിലായല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മളെല്ലാവരെയും പടച്ച റബ്ബ് ഉൾപ്പെടുത്തട്ടെ. അപ്പോൾ എൻ്റെ പെണ്ണെ, നിനക്ക് ജീവിക്കാം. നിനക്ക് എന്താ വേണ്ടത് പറ. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ കഴിയുമോ? അതൊക്കെ ഇൻഷാ അല്ലാ ഉണ്ടാവും. അതിപ്പോൾ ഇനി അതാ പറച്ചിലേ ഉള്ളൂ. അതല്ല, എന്തൊക്കെ തന്നെ എൻ്റെ മോൾക്ക് ഞാൻ എന്താ വേണ്ടിച്ചാൽ വാങ്ങിത്തരും. നീ ഇവിടെ ഇരിക്കേ. നീ എന്താ എന്നെ കാണുമ്പോഴാണ് ഇങ്ങനെ എഴുന്നേറ്റ് ഓടുന്നത്? എൻ്റെ കൂടെ ഒന്ന് ഇരുന്നൂടെ നിനക്ക്? ഇരിക്കാൻ എന്താന്നില്ലേ, വേറൊരു എനിക്ക് നന്നായിട്ടറിയാം എന്നെ ഇഷ്ടമല്ലല്ലേ. എൻ്റെ മുഖം നിനക്ക് ഇഷ്ടമായില്ലേ? എൻ്റെ എന്താണ് ഇഷ്ടമല്ലാത്തത്? മുഖത്തിനൊന്നും കുഴപ്പമൊന്നുമില്ല. വീടെന്താ ചെറിയ വീട്, സൗകര്യമൊന്നുമില്ല അങ്ങനത്തെ.
മോളെ, നിനക്ക് പ്രയാസമുണ്ടോ എൻ്റെ കൂടെ ജീവിക്കാൻ? ഞാൻ എന്ത് വേണമെങ്കിൽ നിനക്ക് ചെയ്തു തരാം. നീ എന്നോട് സഹകരിച്ച് നിന്നാൽ മാത്രം മതി. എടി, ഉമ്മാൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ഉമ്മ എത്ര ആകാംക്ഷയോടെയാണ് ഒരു മരുമകളെ കിട്ടണം എന്നുള്ള രീതിയിൽ നിന്നത്. അങ്ങനെ ഉമ്മയുടെ നിർബന്ധപ്രകാരമാണ് ഞാനിതിൽ നിന്നത്. ഓ, അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിന്നോന്നല്ലേ? അങ്ങനെയല്ല, ഉമ്മയാണ് ഇതിന് മുൻകൈ എടുത്തത്. പാവൻ്റെ ഉമ്മ. അപ്പോൾ മകൻ്റെ ഇഷ്ടങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഉമ്മമാരാണ്. ചിലയിടത്ത് അങ്ങനെ ഉണ്ടാവും. മക്കൾക്ക് ഇഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ല. എടി, എനിക്കിഷ്ടമുണ്ടായിരുന്നു. ആ, എന്നിട്ടോ? ഇതാണോ ആ ഇഷ്ടം? ഞാൻ കാര്യമായിട്ട് പറഞ്ഞു തരാം. എനിക്ക് നിങ്ങളുടെ ജോലിയോട് തീരെ ഇഷ്ടമല്ല കേട്ടോ. നിങ്ങളൊരു ഉസ്താദാണ്, ശരിയാണ്. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു ഫീൽഡാണത്. ഒട്ടും താല്പര്യമില്ല. അതായത് എനിക്ക് കുറച്ചൊക്കെ മോഡേണായി നടക്കണം. പക്ഷേ എൻ്റെ വീട്ടുകാരുടെ പണിയാണ്, പ്രത്യേകിച്ച് എൻ്റെ ആങ്ങള. അവരാണ് എന്നെ ഇതിനു വേണ്ടി നിർബന്ധിച്ചത്. ഞാൻ ഒരിക്കലും ഇതിനത് കൂട്ടു നിന്നിട്ടില്ല. എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. അവരെല്ലാവരും കൂടി എന്നെ നിർബന്ധിച്ചതാണ്. എല്ലാവരും പറഞ്ഞു പുതിയ പ്ലച്ചക്കനെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ ഓക്കെ പറഞ്ഞു. അതെന്തപ്പോൾ ഇവിടെ ഉണ്ടായത്? അല്ലേ, ഞാൻ കാര്യമായിട്ട് പറയാണ്. എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കണതിന് കുഴപ്പമില്ല. പക്ഷേ ഈ ഡ്രസ്സും ഇതെല്ലാം, ഈ ഫീൽഡ് ഒഴിവാക്കിയിട്ട് മറ്റു വല്ല ജോലിക്കും പോകണം, സ്റ്റാൻഡേർഡായിട്ട്. അങ്ങനെ ബൈക്കിലൊക്കെ പറന്നു പോകുമ്പോൾ എന്ത് രസമായിരിക്കും. ഷെഫിക്ക, ഞാൻ അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ വിചാരിച്ചു. അതിനെന്താ പെണ്ണെ, നീ ബൈക്കിലൊക്കെ അല്ലേ എൻ്റെ കൂടെ വന്നത്. പക്ഷേ എന്തിന്? എനിക്ക് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊന്നല്ല ഇഷ്ടം. എനിക്ക് മോഡേൺ ആയിട്ട് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വരാനാണ് ഞാൻ ആഗ്രഹിച്ചതും. പക്ഷെ വീട്ടുകാരെല്ലാവരും കൂടി അപ്പോൾ അതിന് നല്ല ഉസ്താദ്, നഷ്ടപ്പെട്ട നഷ്ടം, വലിയ നഷ്ടം എന്നൊക്കെ പറഞ്ഞ് കെട്ടിച്ചിട്ട് എൻ്റെ അമ്മോ, അവരെന്നോട് പറഞ്ഞതുപോലെ ഇത്ര ചെറിയ വീടാണെന്നോ അല്ലെങ്കിൽ ഉസ്താദിന് ഇത്ര സാലറി എന്നോ ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അതിന് സമ്മതിക്കൂലായിരുന്നു. എൻ്റെ പെണ്ണെ, നീ അങ്ങനെയൊന്നും പറയല്ലേ. നീ നല്ല മോളല്ല, അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കല്ലേ. നിന്നെ എങ്ങനെ വെച്ചാൽ നോക്കൂലേ. വാക്കൊക്കെ ഇങ്ങനെ പറയും. പിന്നെ മോളെ, ഞാൻ ഒരു കഥ പറഞ്ഞു തരട്ടെ നിനക്ക്. കഥ പറയണൊന്നും കുഴപ്പമില്ല. ആ കൈ എൻ്റെ കൈയിൻ്റെ മേലേക്ക് വെക്കരുത് കേട്ടോ, എനിക്കത് ഇഷ്ടമല്ല. അതുകൂടി കേട്ടപ്പോൾ ഉസ്താദ് ഞെട്ടിപ്പോയി. റബ്ബേ, ഒന്ന് ജസ്റ്റ് ഒരു സ്പർശനം പോലും അവൾ സമ്മതിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവളുടെ കൂടെ ഇരിക്കുന്നവർ സംസാരിക്കുന്നവരെ അവൾക്ക് ഇഷ്ടമല്ല എന്ന ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുകയാണ്. അല്ലാ റബ്ബേ, ഞാൻ എന്ത് ചെയ്യാം? ഷെഫി ഉസ്താദിന് സങ്കടമാണ്. എന്നാൽ ഈ സമയം പുറത്തും ഒരു മക്കൾ കുറേ റൂമിൽ പഠിച്ചോനെ അല്ലാഹുവേ, സന്തോഷത്തോടെ കഴിഞ്ഞാൽ മതിയായിരുന്നല്ല, യാതൊരു കുഴപ്പമില്ലാതെ ഉമ്മ അവിടെ നിന്നും പ്രാർത്ഥിക്കുന്നു. അന്ന് രാത്രി റൂമിലേക്ക് ഉസ്താദ് കടന്നു ചെല്ലുകയാണ്. അവൾ എത്തിയപ്പോഴേക്കും ഉറങ്ങിയിട്ടുണ്ട്. സീനത്തെ, മോൾ ഉറങ്ങിയോ? അവൾ മിണ്ടിയില്ല. മോളെ സീനോ, ഉറങ്ങിയോ പെണ്ണെ? എന്താണ് നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുന്നു, ഉറങ്ങിയിട്ടില്ലെന്നൊക്കെ? ഞാൻ എൻ്റെ ഇഷ്ടം പോലെയല്ല ഉറങ്ങലും ഉറങ്ങാതിരിക്കലും. അല്ല, ഞാൻ ചോദിച്ചു എന്ന് മാത്രം. അതെ, എൻ്റെ അടുത്തേക്ക് വല്ലാതെ ഇങ്ങോട്ട് വരലിട്ടോ, കുറച്ച് വിട്ട് നിൽക്കി. അതെന്താടി, ഞാൻ നിന്നെ നിക്കാഹ് കഴിച്ച പെണ്ണല്ലേ? എനിക്ക് നീ ഹലാലല്ലേ? നിന്നെ തൊടുന്നതും പിടിക്കുന്നതും ഒക്കെ എനിക്ക് ഹലാലാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഹലാലായാലും എന്തൊക്കെ തന്നെയായാലും എനിക്ക് ഇഷ്ടമല്ല. ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത പിന്നെ എങ്ങനെ വെച്ച് കെട്ടണം? എന്തിനാ? ഞാൻ വിചാരിച്ച രീതിയിലുള്ള ഭർത്താവല്ല നിങ്ങൾ ഒരിക്കലും. നിങ്ങൾക്ക് എല്ലാം കൊണ്ടും കുറവാണ്. എന്ത് അല്ലേ, ക്യാഷ് ആയാലും സാമ്പത്തികമായാലും വീടായാലും വാഹനം ഒന്നുമില്ലാതെ എന്ത് കണ്ടിട്ട് എൻ്റെ വീട്ടുകാർ നിങ്ങൾക്ക് കെട്ടിച്ചത്? ഉസ്താദിൻ്റെ മുമ്പിൽ നിന്നാണ് അവൾ അങ്ങനെ പറയുന്നത്. ഉസ്താദ് ശരിക്കും അല്ലാ റബ്ബ്, ഞാൻ എന്താ ചെയ്യാം? ഇവളുടെ നല്ല സ്വഭാവം എനിക്ക് നീ കൊണ്ടല്ല. ഷെഫി ഉസ്താദ് അവളുടെ അരികിൽ ആ ബെഡിൽ കിടക്കുമ്പോൾ അവൾ ഒന്നും അറിയാത്ത രീതിയിൽ തിരിഞ്ഞ് അപ്പുറത്തേക്ക് നീങ്ങി കിടക്കുകയാണ്. അതെ, ഞാൻ അങ്ങോട്ട് വീഴണ്ട. കട്ടിൽ മുട്ടിച്ചിട്ടിട്ടില്ലല്ലോ, പിന്നെ ചെറിയ കട്ടിലല്ലേ. ഇപ്പോൾ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഞാനിവിടെ വരേണ്ടവളല്ല. നിങ്ങളെല്ലാവരും കൂടെ എന്നെ ചതിച്ചതാണ്. ഞാനിവിടെ നിൽക്കണമെന്നുണ്ടെങ്കിലും കുറച്ച് നിബന്ധനകൾ പാലിക്കാണ്ട്. എന്താ? ഞാൻ പറഞ്ഞല്ലോ, ഒന്നുകിൽ നിങ്ങൾ ഗൾഫിലേക്ക് പോവുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ഇവിടെ സെറ്റാക്കുക. അങ്ങനെയാണെങ്കിൽ സീനത്ത് ഈ വീട്ടിൽ നിൽക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പോകട്ടോ, എനിക്കിവിടെ ഒട്ടും താല്പര്യമില്ല.
അവളുടെ ആ അഹങ്കാരത്തോടു കൂടിയുള്ള സംസാരം ഉസ്താദ് ക്ഷമിച്ചു. റബ്ബേ നല്ല ബുദ്ധി കൊടുക്ക്. എന്ത് നിങ്ങൾ പറഞ്ഞത്? ബുദ്ധി ഇല്ലാന്നോ? അല്ല, ഞാൻ അള്ളാഹുവിനോട് പറഞ്ഞതാ. നിങ്ങൾ അങ്ങനെയൊക്കെ ഇരുന്നോളി. ഇന്ന് നിങ്ങൾ വിളിച്ചോളത്ത് ശല്യപ്പെടുത്തരുത് കേട്ടോ. എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട് 2 ദിവസമായിട്ട്. ഇന്നെങ്കിലൊന്ന് സ്വസ്ഥമായി ഉറങ്ങണം. അവളുടെ ആ ഒരു വാക്കുകൾ കേട്ട് ഉസ്താദ് അവളോട് അകലം പാലിച്ചു. റബ്ബേ, എന്താണ് അവളുടെ ഉദ്ദേശം എനിക്കറിയുന്നില്ല. വേദനിക്കുന്ന ഹൃദയവുമായി ഷെഫി ഉസ്താദ്. അവൾ പറഞ്ഞ ജോലികൾ അത് മദ്രസ അധ്യാപകനും ഒഴിവായിക്കൊണ്ട് അത് ചെയ്യാന്ന് വെച്ചാൽ ഏതൊരു ഉസ്താദിൻ്റെയും ഹൃദയം പൊട്ടുന്നതാണത്. കാരണം അത്രക്കും കഷ്ടപ്പെട്ട് പഠിച്ചുണ്ടാക്കി ഖുർആൻ അത് പഠിക്കലും പഠിപ്പിക്കലും അത്രത്തോളം വരില്ലല്ലോ ഒരു ജോലിക്കുള്ള പ്രതിഫലവും. അതാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാ, അതങ്ങ് ഇല്ലാതായി കഴിഞ്ഞാൽ റബ്ബേ, എൻ്റെ സ്വപ്നമായിരുന്നു നല്ലൊരു ഉസ്താദ് എന്നുള്ളത്. അല്ലാ, ഒരു പെണ്ണിന് വേണ്ടി ഞാൻ ഈ ഫീൽഡ് ഒഴിവാക്കുക. ഞാൻ പഠിപ്പിച്ച് കൊതി തീർന്നിട്ടില്ല. അതൊരു വല്ലാത്ത സുഖം തന്നെയാണ്. ഖുർആനൊക്കെ ആ മക്കളെ ഓതി കേൾപ്പിച്ച് കൊടുക്കുക, അത് പഠിപ്പിക്കുക. പഠിച്ചോനെ, ഇത്രക്കും പ്രതിഫലമുള്ള, അതായത് ദുനിയാവുക്കും ആഖിറത്തുക്കുമുള്ള ജോലി ഇതുപോലത്തെ എവിടെ നിന്ന് കിട്ടാനാണ്? ഉസ്താദ് ഓരോന്ന് ആലോചിച്ചുകൊണ്ട് കിടന്നു. തൻ്റെ തൊട്ട് അപ്പുറത്ത് കിടക്കുന്ന സീനത്ത് അവളൊന്ന് തിരിയുകയോ മറയുകയോ ചെയ്തില്ല. എന്നെ തൊട്ടു പോകരുത് എന്ന് താക്കീത് നൽകിക്കൊണ്ടാണ് അവളും കിടക്കുന്നത്. ഉസ്താദ് തേങ്ങിക്കരഞ്ഞു. അല്ലാ, എന്താ റബ്ബേ എൻ്റെ അവസ്ഥ ഇങ്ങനെ? ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.